കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന് മുഖ്യമന്ത്രിയും CPM നേതാക്കളും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആവർത്തിക്കുമ്പോഴും എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 117 കോടി രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകിയെന്ന കണക്ക് മുഖ്യമന്ത്രി അടക്കം ഉയർത്തിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൽ 100 കോടി രൂപ ബാങ്കിലെ വായ്പ കുടിശ്ശികക്കാരിൽ നിന്നും പിടിച്ചെടുത്തതാണ്. സർക്കാരിൽ നിന്നും കേരള ബാങ്കിൽ നിന്നും ലഭിച്ച ധനസഹായമാണ്. ബാക്കി 14 കോടി രൂപയോളം സ്ഥിര നിക്ഷേപങ്ങൾ അടക്കം 240 കോടിയോളം രൂപ ഇനിയും കണ്ടെത്തിയാലേ ബാക്കിയുള്ള നിക്ഷേപകർക്ക് നൽകാനുള്ള പണം കൊടുത്തു തീർക്കാനാകൂ. സംസ്ഥാന ബജറ്റിൽ ഇതിന് പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്താൻ ആലോചന നടന്നിരുന്നെങ്കിലും 1 രൂപ പോലും സർക്കാർ വകയിരുത്തിയിട്ടില്ല. ചെറുകിട നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ സർക്കാർ ഏതാനും മാസം മുൻപ് 12 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും ഇതാകെ നിക്ഷേപത്തിന്റെ 4.5% മാത്രമേയുള്ളൂ. കിട്ടാക്കടം പിടിച്ചെടുക്കൽ, പരമാവധി നിക്ഷേപം സമാഹരിക്കൽ തുടങ്ങിയവയിലൂടെ സ്വരുക്കൂട്ടിയ തുകയും ചേർത്താണ് 117 കോടി ചെറുകിട നിക്ഷേപകർക്ക് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞത്. 5 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപകരുള്ള 1000-ലേറെ പേരുടെ നിക്ഷേപമടക്കം 240 കോടിയോളം രൂപ ബാങ്ക് ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. ഇതിൽ പകുതിയിലേറെയും കാലാവധി പിന്നിട്ട സ്ഥിര നിക്ഷേപങ്ങളാണ്. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച സഹകരണ സംരക്ഷണ നിധി വഴി 100 കോടി രൂപ ഉടനെ തന്നെ ബാങ്കിലെത്തുമെന്നും ഇതോടെ കരുവന്നൂരിലെ പ്രതിസന്ധി പൂർണ്ണമായും തീരുമെന്നും പ്രാദേശിക CPM നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാന ബജറ്റിൽ പോലും കരുവന്നൂർ നിധിയെക്കുറിച്ച് പരാമർശമില്ലാതെ വന്നതോടെ ഈ വാദം പൊളിഞ്ഞു. കിട്ടാക്കടങ്ങൾ പിടിച്ചെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം കൂടുതൽ വായ്പകൾ നൽകി ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഉപയോഗിക്കണമെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. ഇതും നിക്ഷേപകരെ വലയ്ക്കുന്നു. വലിയ നിക്ഷേപകർക്ക് 10% മുതലും പലിശയും നൽകാൻ ബാങ്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിക്ഷേപ തുകയുടെ ബാക്കി എവിടെ നിന്നും സംഘടിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ബാങ്കിൽ നിന്നും വായ്പ നേടിയിരിക്കുന്നതിൽ വലിയൊരു പങ്ക് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് എന്നതിനാൽ ജപ്തി അടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കാൻ പ്രയാസമുള്ള അവസ്ഥയുമുണ്ട്. ബാങ്കിൽ നിന്നും പണം തട്ടിച്ചെടുത്ത CPM ഭരണസമിതി അംഗങ്ങൾ അടക്കമുള്ള പ്രതികളുടെ സ്വത്തുക്കൾ വിറ്റ് 125 കോടി രൂപ തിരിച്ചുപിടിക്കാൻ നീക്കം നടന്നെങ്കിലും ഇതും പല നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്.